മിനിസ്റ്റർ ക്വാക്കും അതുപോലെ തന്നെ മറ്റു മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് പ്രേതങ്ങളെ കുറിച്ചുള്ള ഗോസിപ്പൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൊട്ടാരത്തിൽ പ്രേതമുണ്ടെന്നുള്ള രീതിക്ക് അവർ സംസാരിക്കുമ്പോഴത്തേക്കും അതിലൊന്നും തന്നെ മിനിസ്റ്റർ ക്വാക്കിന് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മിനിസ്റ്റർ ക്വാക്ക് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗംഗ്ചോരിനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെയിരിക്കെ ഗംഗ്ചോരി തന്നെ ബഹുമാനിക്കുന്നില്ല എന്ന രീതിക്കൊക്കെ മിനിസ്റ്റർ ക്വാക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നീയും എന്റെ അടുത്ത് സൂക്ഷിച്ചു വേണം സംസാരിക്കുവാൻ, നിന്റെ 60ാമത്തെ പിറന്നാളൊക്കെ കഴിഞ്ഞതാണോ എന്ന് മിനിസ്റ്റർ ക്വാക്കിന്റെ അടുത്തായിട്ടും ഗംഗ്ചോരിയും ചോദിക്കുന്നു. പക്ഷെ മിനിസ്റ്റർ ക്വാക്കും അതൊന്നും തന്നെ കാര്യമാക്കാതെ ഗംഗ്ചോരിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും എന്റെ സഹോദരൻ ഈ ഒരു പരിസരത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവന്റെ കൈകൊണ്ട് നിങ്ങൾ മരിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഗംഗ്ചോരിയും കാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കാറ്റിന്റെ കൂടെ അയാളെയും അവിടെ നിന്ന് പറത്തു വിടുന്നു. ഗംഗ്ചോരിക്ക് കാറ്റൊക്കെ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം യോറിക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ഇതുപോലെ ഒരാളെ ആ ഒരു കാറ്റിൽ പറത്തി വിടുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഇപ്പോൾ മാത്രമാണ് അവൾ മനസ്സിലാക്കിയത്. അങ്ങനെയിരിക്കെ അയാളെ എങ്ങോട്ടേക്കാണ് നീ അയച്ചതെന്ന് യോറി ചോദിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു പോക്കൊക്കെ വെച്ചിട്ട് അയാൾ ജഡ്ജ് ഐലൻഡിൽ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നതെന്ന് അവനും അറിയിക്കുന്നു. പക്ഷെ അയാളും യുദ്ധത്തിന്റെ മിനിസ്റ്ററാണ്. അങ്ങനെയിരിക്കെ അയാളുടെ അടുത്ത് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കങ്ചൂരിനെ വഴക്ക് പറയുവാനായിട്ട് യൂറി തുടങ്ങുമ്പോഴത്തേക്കും അയാളായിരുന്നു യോൺകാപ്പിനെ കുത്തി കൊന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്തതെന്ന് ഗംഗ്ചോരിയും മറുപടി കൊടുക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ യൂറിയും അങ്ങനെയാണെങ്കിൽ നീ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്, അയാളെ വല്ല ജപ്പാനിലേക്കുമൊക്കെ അയക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് മിനിസ്റ്റർ ക്വാക്കിന്റെ ബഹളമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും അവിടേക്ക് ഓടിയെത്തിക്കുകയാണ്. പക്ഷെ മിനിസ്റ്റർ ക്വാക്കിനെ അവിടെ ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതുവഴി വലിയൊരു കാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളും മിനിസ്റ്ററുടെ ശബ്ദം കേട്ടിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് യൂറിയും അവരുടെ അടുത്തായിട്ട് പറയുന്നുമുണ്ട്. അവരും അതൊക്കെ വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇമൂക്കി അവിടെ നിന്ന് പ്രായം ചെന്ന ഒരു വ്യക്തിക്കിട്ട് ഇടിച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ മരിക്കുകയാണ്. താൻ മരിച്ചു എന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാതെ നിന്നിട്ടുണ്ടായിരുന്ന അയാളുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ടായിരുന്ന ഇമോക്കിയും എന്റെ പേര് ബിബി എന്നാണ്, ഞാനും നിങ്ങളെ കഴിക്കുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ആത്മാവിനെയും കഴിക്കുന്നു. ഇതെല്ലാം തന്നെ യൂറിയും ഗംഗ്ചോരിയും കാണുകയാണ്. ഗംഗ്ചോരിയും ബിബിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് തന്റെ മുമ്പിലുള്ളത് ഒരു മനുഷ്യനല്ല മറിച്ച് ഗംഗ്ചോരിയാണെന്നുള്ള സത്യം ബിബിയും മനസ്സിലാക്കുന്നത്. അങ്ങനെയിരിക്കെ ഗംഗ്ചോരി അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കും എത്തുന്നു. ഗംഗ്ചോരി ഒരു മനുഷ്യന്റെ ശരീരത്തിലൊക്കെ അകപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ബിബിയും അവനെ കളിയാക്കിയൊക്കെ ചിരിക്കുകയാണ്. മാത്രമല്ല ബിബി നേരത്തെ ഉണ്ടായിരുന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് ആൾക്കാരെ ബിബി കൊല്ലുകയും പിന്നീട് അവരുടെ ആത്മാവിനെ തിന്നുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ 100 ആത്മാവിനെ തിന്നുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവന് ഒരു ബ്ലാക്ക് ഡ്രാഗണായി മാറി സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അവന്റെ ആഗ്രഹവും അത് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നാട്ടില് ദുഷ്ടതകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ദുഷ്ടതകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ തനിക്ക് എത്രയും വേഗം ഡ്രാഗണായി മാറുവാനായിട്ട് സാധിക്കുമെന്നാണ് ബിബി പറയുന്നത്. കൂടാതെ ബിബിക്ക് ഇനി 12 പേരെ മാത്രം കൊന്നാൽ മതി. ഇവിടുത്തെ വെള്ളം പോലെ ഒന്നും അല്ല സ്വർഗത്തിലെത്തിയാൽ അവിടെ കിട്ടുന്ന വെള്ളം. ആ ഒരു വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കങ്ചോരിനെയും കൂടി ക്ഷണിക്കുകയാണ് ബിബിയും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു മനുഷ്യ ശരീരത്തിലല്ലേ ഉള്ളത്, അങ്ങനെ ഇരിക്കെ എനിക്ക് എങ്ങനെയാണ് പഴയതുപോലെ ആക്കുവാനായിട്ട് സാധിക്കുക എന്ന് ഗംഗ്ചോരി ചോദിക്കുമ്പോഴത്തേക്കും അത് വളരെ സിമ്പിൾ ആണ്, ഈ ഒരു ബോഡീനെ ഇല്ലാതാക്കിയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു കത്രികയൊക്കെ എടുത്തിട്ട് നീ സ്വന്തമായിട്ട് കുത്തി അങ്ങ് മരിക്കുക എന്നൊക്കെ ഗംഗ്ചോരിയുടെ അടുത്ത് ബിബി പറയുമ്പോഴത്തേക്കും ഗംഗ്ചോരിയും അതിനെ ശ്രമിക്കുന്നു. പക്ഷെ അതെല്ലാം തന്നെ രഹസ്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന യൂറിയും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വന്നിട്ട് ഗംഗ്ചോരിനെയും തടയുകയാണ്. ഗംഗ്ചോരിനെ ഞാൻ എന്റെ ദൈവമായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഗംഗ്ചോരിയും എനിക്ക് വാക്ക് നൽകിയതാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് 8 അടി പ്രേതത്തെ പിടിക്കുകയും അതിന്റെ കയ്യിൽ നിന്നും യോൺകാപ്പിനെ രക്ഷിക്കുകയും ചെയ്യും. അതുവരെ ഈ ഒരു ബോഡിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഗംഗ്ചോരിനെ ഞാൻ അനുവദിക്കുന്നതായിരിക്കുകയില്ല എന്ന് യൂറി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും യോൺകാപ്പിന്റെ അമ്മയുടെ ശബ്ദവും ഗംഗ്ചോരി കേൾക്കുന്നു. കേട്ട ഉടനെ തന്നെ ഉറക്കമൊക്കെ നടിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് അവനും. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ യൂൺകാപ്പിന്റെ അമ്മ ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് കങ്ചോറിയും അതെല്ലാം തന്നെ കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ വില എത്രയാണെന്ന് നിനക്കറിയാമോ? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇത് മേടിച്ചതെന്ന് നിനക്കറിയാമോ? നീ ഒരിക്കലും എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് യൂൺകാപ്പിന്റെ അമ്മ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ഗംഗ്ചോരിയും അതെല്ലാം തന്നെ കേട്ടിട്ട് റിയാക്ട് ചെയ്യാതെയൊക്കെ കിടക്കുന്നു. എന്നാലും ഗംഗ്ചോരിക്ക് ഈ ഒരവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിബിയും അവന്റെ അടുത്ത് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നീ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ, മനുഷ്യർ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനും അതുപോലെ ഒരു കള്ളസത്യമൊക്കെ ആയിരുന്നു യൂറിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്.
എട്ടടി പ്രേതത്തെ പിടിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും എനിക്കില്ല. മറിച്ച് യൂറി എന്നാണോ അവളുടെ മനസ്സ് എന്റെ മുമ്പിൽ തുറക്കുന്നത്, ആ ഒരു നിമിഷത്തിൽ ഞാനും യൂൺകാപ്പിന്റെ ബോഡി ഇല്ലാതാക്കിയതിനു ശേഷം എന്റെ കാര്യങ്ങൾ യൂറിനെ കൊണ്ട് നടത്തിക്കുന്നതായിരിക്കുമെന്ന രീതിക്കാണ് കങ്ചൊരിയും സംസാരിക്കുന്നത്. അടുത്തതായിട്ട് മിനിസ്റ്റർ ക്വാക്കിനെ കാണിക്കുന്നു. മിനിസ്റ്റർ ക്വാക്കിനെ കാറ്റിൽ പറത്തിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു മരത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്ന അയാളും ആരെങ്കിലും സഹായിക്കാമോ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറിനെ തൊട്ടടുത്തായിട്ട് കാണുമ്പോഴത്തേക്കും കച്ചോരിയുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അവനും ബിബിയുടെ അടുത്തും അതിനെക്കുറിച്ച് ചോദിക്കുന്നു. യൂറിയും എന്നെ അവളുടെ ദൈവമായിട്ട് സ്വീകരിച്ചതിന് ശേഷം ഞാൻ അവളുടെ അടുത്തോടെ നടക്കുന്ന സമയത്തെല്ലാം തന്നെ എന്റെ ഹൃദയത്തിനൊക്കെ വല്ലാതെ വേദന എടുക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന് നിനക്കറിയാമോ എന്ന് കങ്ചോരി ചോദിക്കുമ്പോഴത്തേക്കും യൂറിയുടെ അടുത്ത് മാത്രമാണോ അതോ മറ്റു മനുഷ്യരുടെ അടുത്തും ഇതേ ഫീലിങ്സ് ഒക്കെ ഗംഗോരിക്ക് തോന്നുന്നുണ്ടോ എന്ന് ബിബിയും അവന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഇൻസ്യോൺ ജോലിക്കാരിയുടെ ഒപ്പം ഇപ്പോൾ യൂൺകാബിന്റെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അവളും യൂൺകാബിനെ അന്വേഷിച്ച് നടക്കുന്നു. ഇൻസ്യോണെ പോലെ ഒരാൾ ഒരിക്കലും ഒരു സാധാരണ ജോലിക്കാരനെ അന്വേഷിച്ച് നടക്കുവാനായിട്ട് പാടില്ല എന്നെല്ലാം തന്നെ ജോലിക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് യൂൺകാബായിരുന്നു ഈ ഒരു ചെടി നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ചെടി എനിക്ക് അവന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്യോണും നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഇൻസ്യോൺ യൂൺകാബിനെ കണ്ടുമുട്ടുന്നു. ഇൻസിയോൺ വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗംഗോരിയും അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. കൂടാതെ വേറെ ഏതെങ്കിലും മനുഷ്യരുടെ അടുത്ത് ഇതേ ഫീലിങ്സ് തോന്നുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് ഗംഗോരിയും നേരത്തെ എങ്ങനെയായിരുന്നോ യൂറിയുടെ ചുണ്ടിൽ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അതേ രീതിക്ക് ഇപ്പോൾ ഇൻസിയോന്റെ ചുണ്ടിലും തൊട്ട് നോക്കുകയാണ്. പക്ഷെ ഇപ്പോൾ തനിക്ക് ഒരു ഫീലിങ്സും തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഗംഗോരിയും ഇൻസിയോനെ അവിടെ തന്നെ നിർത്തിയിട്ട് പോകുന്നു. ഇൻസിയോൺ ഗംഗ്ചോരിനെ പിടിച്ചു വെച്ചതിന് ശേഷം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടുമുട്ടിയ സമയത്ത് നീയും എന്നെ വിശ്വസിച്ചായിരുന്നു ഈ ഒരു പ്ലാന്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഞാനും അത് സുരക്ഷിതമായിട്ട് നിന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് അവന്റെ അടുത്ത് പറയുന്നു. പക്ഷെ അവനും എനിക്ക് ഈ പ്ലാന്റിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്നുകിൽ നീ തന്നെ ഇത് സൂക്ഷിച്ചോ അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് ഗംഗ്ചോരിയും പോകുന്നു. ഗംഗ്ചോരി അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് യൂറി ഒറ്റയ്ക്ക് കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ചയ്ക്ക് അവനും കാണുകയാണ്. യൂറിയുടെ കയ്യിലുണ്ടായിരുന്ന ഭാരമേറിയ സാധനങ്ങളെല്ലാം തന്നെ അവനും പിടിക്കുന്നുണ്ട്. യൂറിക്ക് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് പോലെ എട്ടടി പ്രേതത്തെ തോൽപ്പിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല. യൂൺകാപ്പിന്റെ ഈ ഒരു ശരീരം ഉപേക്ഷിച്ചു പോയിട്ട് വീണ്ടും യൂറിനെ തനിച്ചാക്കുവാനായിട്ടും കഴിയുകയില്ല. പറ്റുന്നിടത്തോളം സമയം യൂറിയുടെ ഒപ്പം ഒന്നിച്ച് ഇതേപോലെ ചിലവഴിക്കുവാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഗംഗ്ചോരിയും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇൻസോൺ കടയിൽ സാധനം മേടിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് എങ്കിൽ പോലും അവൾ ഒരുപാട് ഹാപ്പിയാണ്. അതായത് ഇത്രയും കാലം താൻ വിചാരിച്ചതുപോലെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല യൂൺകാപ്പ് എന്നാണ് അവൾ പറയുന്നത്. ശരിക്കും യൂൺകാപ്പിന് ഈ ഒരു ചെടി എനിക്ക് ഗിഫ്റ്റായിട്ട് നൽകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് കാരണം അവൻ അത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു അതെന്നോട് കളഞ്ഞേക്കുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇതെനിക്ക് അവൻ നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു ചെടി സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കുമെന്ന് ഇൻസോണും പറയുന്നു. ഈ ഒരു സമയത്ത് ഇൻസിയോന്റെ അച്ഛനായിട്ടുള്ള വോണിയോ ഒരിടത്തേക്ക് കയറി പോകുന്ന കാഴ്ച അവരും കാണുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.